അപ്പൊ രണ്ടാളുകൾ തമ്മിൽ ഇങ്ങനെ കള്ളവടി വെക്കുമ്പോൾ ആ പെണ്ണ് ഗർഭിണി ആയി കഴിഞ്ഞാൽ ആ ഗർഭത്തിന്റെ ഉത്തരവാദി ആരാണ്, പിറക്കാൻ പോകുന്ന കുട്ടിയുടെ തന്ത ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണേ, ഞാൻ നേരിട്ട് അറിയുന്ന ഒരാൾ, എല്ലാത്തിനെ കുറിച്ചും വീഡിയോ ചെയ്യുന്ന നിനക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അതിനെക്കുറിച്ചൊന്നും പറയാനില്ലെന്ന്. അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ല. രണ്ടാളുകൾക്കും പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളാണ്. നിയമത്തിന്റെ കണ്ണിൽ അവരെന്ത് ചെയ്താലും അതിന് തെറ്റുമില്ല. എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ വയ്യ. രണ്ടാളുകൾ തമ്മിൽ ഇങ്ങനെ രഹസ്യബന്ധം സൂക്ഷിച്ച് പലതും ചെയ്തു കൂട്ടുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ സെക്ഷുവൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഇനി കുറച്ചും കൂടി മയപ്പെടുത്തി അതിനെ ലിവിങ് ടുഗദർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ പച്ച മലയാളത്തിൽ ഇതിനെ കള്ളവടി എന്ന് പറയും. നമുക്ക് കള്ളവടി എന്ന് പറഞ്ഞു തുടങ്ങാം. അതാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. അപ്പൊ പറയാനുള്ളത്, അപ്പൊ രണ്ടാളുകൾ തമ്മിൽ ഇങ്ങനെ കള്ളവടി വെക്കുമ്പോൾ ആ പെണ്ണ് ഗർഭിണി ആയി കഴിഞ്ഞാൽ ആ ഗർഭത്തിന്റെ ഉത്തരവാദി ആരാണ്, പിറക്കാൻ പോകുന്ന കുട്ടിയുടെ തന്ത ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാനാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം, നട്ടെല്ല് കാണിക്കണം. അത് കാണിക്കാൻ കഴിയാത്തവന് ആ പരിപാടിക്ക് നിൽക്കരുത്. രണ്ടാമത് പറയാനുള്ളത് ആ പെണ്ണിനോടാ. ഏതെങ്കിലും ഒരുത്തനോട് ഇത്തരം ബന്ധങ്ങൾ സൂക്ഷിക്കുമ്പോൾ അതിൽ ഗർഭിണി ആയി കഴിഞ്ഞാൽ തനിക്ക് പിറക്കാൻ പോകുന്ന കുട്ടിയുടെ ഉത്തരവാദിത്വം അവന് ഏറ്റെടുക്കുകയോ ഇല്ലേ എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരുത്തിന് വാതിൽ തുറന്നിട്ട് കൊടുക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് ഇനി അവർക്ക് പരാതി കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ആരാണ് അതിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ തുടങ്ങണം, ദാ ആ നിൽക്കുന്ന ആളുമായിട്ടാണ് ഞാൻ ഒരുപാട് കാലം ബന്ധപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് കാലം പരിചയക്കാരാണ്, ഞങ്ങൾ പലതവണ ബന്ധപ്പെട്ടിട്ടുണ്ട്, ആ ആളാണ് എന്റെ ഉദരത്തിൽ വളരുന്ന കുട്ടിയുടെ തന്ത, ആ ആളാണെന്ന് ചൂണ്ടിക്കാണിച്ച് പറയാനുള്ള തന്റെ ഇടം കാണിക്കണം. അല്ലാതെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഹൂ കേസ് എന്നും പറഞ്ഞ ആളുകളെ പൊട്ടനാക്കരുത്. ഹൂ കെയേഴ്സ്, അതാണ് ആറ്റിറ്റ്യൂഡ്. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് എടുത്തു പറയാൻ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ് എന്നുള്ള രീതിയിൽ പറയാൻ ഞാൻ എടുത്തു പറയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലാണോ പ്രതി എന്ന് ചോദിച്ചാൽ നോ കമന്റ്സ് എന്ന് പറയരുത്. പറയാനുള്ള നട്ടലുണ്ടെങ്കിലേ പരാതി കൊടുക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ ഒരു കാര്യം, ഒരു സാധാരണക്കാരാണ് ഇത്തരം അവസ്ഥയിൽ പെട്ടതെങ്കിൽ കേസായി, കോടതിയായി, പൊല്ലാപ്പായി, കേസും കോടതിയായിട്ട് നടക്കുമ്പോൾ തലയിൽ മുണ്ടിട്ടേ നടക്കാൻ പറ്റുള്ളൂ. മാനക്കേടല്ലേ. ഇത് കുറച്ച് സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ അതിന് പേര് മാറി, അതിന് സെക്ഷൽ റിലേഷൻഷിപ്പായി, ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണ്, ലിവിങ് ടുഗദർ ആണ്. സാധാരണക്കാരാണ് ഈ കള്ളപിടിക്ക് പിടിച്ചു എന്നുള്ള പേരും. വല്ലാത്ത ജാതിലേ. അപ്പൊ രാഷ്ട്രീയക്കാരായാലും ശരി, ആരായാലും ശരി, ഇതിനൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് നിൽക്കാവൂ. വല്ലാത്ത ജാതി.